ദീപക്, എന്താണ് കോഴിക്കോട്ടെ പോരാട്ടത്തിന്റെ ഒരു ചിത്രം? കോഴിക്കോട്ടെ പോരാട്ടം ഒരുപക്ഷെ UDFന് മേൽക്കൈയുള്ളൊരു മണ്ഡലം. ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള CPIMന്റെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കൽ, അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം MK രാഘവൻ തുടർച്ചയായി കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് മുന്നോട്ട് പോകുന്നു. ആ മുന്നോട്ട് പോക്ക് ഏത് വിധത്തിൽ തിരിച്ചു പിടിക്കാം മണ്ഡലം എന്നുള്ള ഒരു വളരെ കൃത്യമായ ഒരു ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് എളമരം കരീമിനെ പോലെ ജനകീയനായ തൊഴിലാളി സംഘടനാ പ്രവർത്തനത്തിലൂടെ നേതൃനിരയിലേക്ക് ഉയർന്നു വന്ന നിലവിൽ രാജ്യസഭാംഗമായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അപ്പോൾ മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ പരിശോധന നടത്തുമ്പോൾ മണ്ഡലത്തിൽ രാഷ്ട്രീയമായി മുൻതൂക്കം UDFനാണ്. പക്ഷേ എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ കണക്ക് കൂടി നോക്കുമ്പോൾ അങ്ങനെയല്ല. LDFന് വേണമെങ്കിൽ തിരിച്ചു പിടിക്കാവുന്ന മണ്ഡലമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ന്യൂനപക്ഷ വോട്ട് ഒരു നിർണായക ഘടകമാണ്. CAA ഉൾപ്പെടെയുള്ള പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെ ഈ മണ്ഡലത്തിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത്, സമസ്തയുടെ നിലപാട് എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതൊക്കെ ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ കാര്യമാണ്. BJP വോട്ട് ഒരു നിർണായക ഘടകമല്ലാത്ത ഒരു മണ്ഡലം കൂടിയാണ് യഥാർത്ഥത്തിൽ കോഴിക്കോട് മണ്ഡലം. അതുകൊണ്ട് തന്നെ ഈ UDFന്റെ വലിയ ഭൂരിപക്ഷത്തോടുകൂടിയുള്ള വിജയത്തെ എങ്ങനെ അട്ടിമറിച്ച് ഇടതുമുന്നണിക്ക് വിജയം കരസ്ഥമാക്കാൻ പറ്റും, ഈ പ്രാവശ്യം കരസ്ഥമാക്കാൻ പറ്റും എന്നുള്ള നിലയിലാണ് കഴിഞ്ഞ ദിവസവും 24നോട് എളമരം കരീം പറഞ്ഞത്. പക്ഷേ എന്നാൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് താൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് സിറ്റിംഗ് MP ആയ UDFന്റെ സ്ഥാനാർത്ഥി MK രാഘവനും പറയുന്നത്. അപ്പോൾ കോഴിക്കോടിൻ്റെ ഒരു ചിത്രം ഇതാണ്. പൊതുവിൽ മലബാറിൽ ആപ്ലിക്കബിളായ പല ഘടകങ്ങളും തന്നെയാണ് ഇവിടെ ഉള്ളത്. കാസർഗോഡ് മണ്ഡലത്തിലും കണ്ണൂർ മണ്ഡലത്തിലും വടകരയിലും കോഴിക്കോടും എല്ലാം തന്നെ ന്യൂനപക്ഷ വോട്ട് എന്നുള്ളത് ഒരു നിർണായകമായ ഘടകമാണ്. ഇടതുമുന്നണി ഏറ്റവും കൂടുതൽ കണ്ണുവെക്കുന്നതും അവിടെ തന്നെയാണ്. കാരണം പൗരത്വ ഭേദഗതി നിയമത്തിൽ സർക്കാർ എടുത്ത നിലപാടിനെ സമസ്ത ഉൾപ്പെടെ പ്രകീർത്തിച്ചു. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തെ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അനുകൂലമായ ഘടകമായി കാണുമ്പോൾ, എന്നാൽ അതിലപ്പുറത്തേക്ക് ജനകീയമായ വിഷയങ്ങൾ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഒരു ബദലായി വരേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രചരണം തന്നെയാണ്. അതായത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉള്ള പയറ്റുന്ന എല്ലാ അടവുകളും ഇവിടെ ആപ്ലിക്കബിൾ ആണ്. പക്ഷേ അതിനൊപ്പം തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ പ്രകടമാകാൻ പോകുന്നത് കോഴിക്കോട് ഉൾപ്പെടുന്ന മലബാർ മേഖലയിലാണ്. വേണുബാലകൃഷ്ണൻ. ശരി, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്.